ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിം വൺ പീസ് ഹൗസിംഗ് ഫസ്റ്റാണ്. അപ്പോൾ ഇതധികം ആർക്കും അറിയാത്തൊരു ഗെയിമാണ്. അപ്പോൾ ഇത് വൺ പീസിൻ്റെ ഗെയിമാണ് കാണുന്നവരെ. അപ്പോൾ ഇതൊരു ഓൺലി ഫോർ ബാറ്റിൽ റോയൽ ഗെയിമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്, പ്ലാൻ ആണെങ്കിൽ എന്നാലും യൂട്യൂബിൽ നിങ്ങൾക്ക് കൂടി ഈ ഒരു ഗെയിം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ലീഗ് ബാറ്റിൽ ഒരു കളിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു ഫോർ ബാറ്റിൽ റോയലാണ്. അപ്പോൾ ഇതിൽ 5 ട്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ടൈം ലിമിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ട്രഷർ പോയിൻറ്റ് പിടിക്കുന്ന ടീമായിരിക്കും ജയിക്കുക. അപ്പോൾ ഇതിൽ 3 ക്ലാസ്സാണുള്ളത്. റണ്ണറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡിഫൻഡർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അറ്റാക്കറുണ്ട്. പിന്നെ കളിക്കുന്നത് എഗ്രിഡ് സോറയും പിന്നെ എഗ്രിഡ് സാഞ്ചിയും വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ സാഞ്ചി വെച്ചിട്ട് കളിക്കാം. ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞാൽ തന്നെ 3 ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ റണ്ണേഴ്സിന് സ്പീഡ് കൂടി ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഡിഫൻഡർ ഡിഫെൻഡ് ചെയ്യുക, അതാണത്. പിന്നെ അതുപോലെ തന്നെ ഓരോ കളറും ഉണ്ട്. ഓരോ കളറിന് എതിരെ പവർഫുൾ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ അത് ബ്ലാക്കാണ്. പിന്നെ ബ്ലാക്കിനെ പൊട്ടിക്കാൻ പറ്റുന്നത് വൈറ്റും. ഞാൻ കൂടുതൽ പറയുന്നില്ല, കണ്ടോ. അപ്പോൾ കളിക്കാം. ഇത് എൻ്റെ ഒരു വലിയ അടിപൊളി ഗെയിമിങ്ങാണ്. ഒരു കുഴപ്പമില്ല. ഇതൊരു ഒക്കെ ഉണ്ട്. ഫോണിലും അതുപോലെ തന്നെ PC-യിലും കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഞാനിപ്പോൾ ഡിഫറൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ബാറാണ്, ആ ബാറല്ല, അത് ഫുള്ളാക്കാൻ പറ്റും. ഇപ്പോൾ ഡിഫറൻറ്റ് ആയിരുന്നത് എക്സ്ട്രാ കുറച്ചൊരു ബാറ് കിട്ടി. അവിടെ കിസാറും ഇത് നിങ്ങൾക്ക് ഡിഫൻഡറായിട്ട് ഭയങ്കര അറ്റാക്ക് ചെയ്യാം. പക്ഷേ അറ്റാക്കിൻ്റെ ഇതിന് എഫക്റ്റ് കുറവായിരിക്കും മാത്രം. പിന്നെ നമുക്ക് കാണാൻ പോകുന്നത് ഇതാ ഓരോ ഇതുണ്ട്, ഇനി ഓരോ എബിലിറ്റി ഉണ്ട്. സോറി, കളി ഒന്നും കാണിച്ചു നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ID താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ഫ്രണ്ടാക്കാം. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് കളിക്കുകയാണെങ്കിൽ. ഇതാണ് പിന്നെ ടീം. ഇതിലിപ്പോൾ സപ്പോർട്ടേഴ്സും ഉണ്ട്, ഇതുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു 3 എലമെൻ്റാണ് ഉള്ളത്. റെഡ്, ഗ്രീൻ, ബ്ലൂ. അത് ഇതിനൊക്കെ ഇതാക്കും. ഇതൊക്കെയാണ് അറ്റാക്കേഴ്സ് ഉണ്ട്, റണ്ണേഴ്സ് ഉണ്ട്, ഡിഫൻഡേഴ്സ് ഉണ്ട്. എൻ്റെ ഇതിപ്പോൾ ഏറ്റവും പവർഫുൾ ഉള്ളത് ഈ സോറോയും പിന്നെ ബ്രോഗി ഉണ്ട്, പിന്നെ സാഞ്ചി ഉണ്ട്, റെയിലിങ്. ഇപ്പം പുതിയൊരു സ്പിന്നിങ്ങിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ നമ്മുടെ സാറ്റേൺ ഉണ്ട്. കുറച്ച് പാടാണ് കിട്ടാൻ. പൈസ കൊടുത്ത് ഇതാക്കിയാലേ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് പാടാണ് കിട്ടാൻ. അപ്പോൾ സാറ്റേൺ ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. വെറുതെ നമുക്ക് സേവ് വെച്ച് ചെയ്യാം. എന്നാലും ഈ നല്ലൊരു ക്യാരക്ടർ വന്നാലോ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ എടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ ഒരു കളി കൊണ്ട് കളിക്കാം.
ഇതിൽ നമ്മൾ ശരിക്കും സ്ട്രാറ്റജിക്കാണ് ഫീൽ ചെയ്യണം. കാരണം അപ്പുറത്തെ ടീമിൽ ചില ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ക്രിയേറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെഡൽ സെറ്റിന് ഓരോ ക്രിയേറ്റ് ഉണ്ട്. അങ്ങനെ ഓരോ നോക്കി കളിക്കേണ്ട കളിയാണെങ്കിൽ നമ്മുടെ ടീം സ്ട്രോങ് ആയ നല്ല പ്ലേയേഴ്സ് വന്നാൽ രക്ഷപ്പെടും. സാറ്റൺ ഡബിൾ ഇതിലാണ് കാണിച്ചത്. സാറ്റൺ ഭയങ്കര പുറത്തുള്ളതാണ്. അപ്പോൾ ഞാൻ റണ്ണർ അപ്പോൾ റണ്ണറായി കഴിഞ്ഞാൽ റണ്ണറിൻ്റെ മെയിൻ കുട്ടികളോട് ക്യാപ്ചർ ചെയ്യാം. മാക്സിമം ദൂരമുള്ള ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഷിപ്പിൻ്റെ മുകളിൽ ക്യാപ്ചർ ചെയ്യുന്നത് അയ്യോ തോറ്റ് കളിക്കാൻ തുടക്കത്തിനെ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നു. ഒരു ബി ലീഗ് വരെ ഒരു B+ ലീഗ് വരെ അങ്ങനെ സുഖമായിരുന്നു. അത് കഴിഞ്ഞാലാണ് പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അത് അപ്ഗ്രേഡ് ചെയ്യാനും കുറച്ചൊക്കെ പണിയാണ്. ഇതാ ഞാനിപ്പോൾ B+ലാണ്. ഇതിന് മുന്നേ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായി, പക്ഷേ ആ അക്കൗണ്ട് പോയിപ്പോയി. വേറെ ഫോണിലായി പണ്ടത്തെ ഫോണിൽ. അതാണ് ഈ ലാഗ് അടിച്ചിട്ട് കളിക്കാനും പറ്റൂല. ഈ കളി കൊണ്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ഞാൻ സാറ്റനെ കിട്ടുമോ നോക്കാം. അപ്പുറത്തെ ടീമിനെ കൊണ്ടോ നോക്കാം. അപ്പുറത്തെ ടീമിനെ സാറ്റനെ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ എലിമെൻ്റ് നോക്കിയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മൾ ഏത് എലിമെൻ്റ് അന്വേഷിച്ചാണോ ശക്തിയുള്ളത് അപ്പുറത്തെ ടീമിനെ സാറ്റാണ്. ഈ വൈറ്റ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഇതിലൊക്കെ ഏറ്റവും ഓവർ പവേർഡ് ആയിട്ടുള്ളത് ഗാർഫിൻ്റെ പവറാണ്. മറ്റേ ഗ്യാലക്സി ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. ഈ ഗാർഫ് അതുപോലെ തന്നെ എന്താണ് ഹൈഡൊക്കെ ഉണ്ട്. 3 ടൈപ്പ് ഹൈഡോസ് ഉണ്ട്. ഒന്ന് ഹൈബ്രിഡ്, അങ്ങനത്തെ നോർമൽ ഹൈഡോ. നമ്മുടെ ഡ്യൂട്ടി കറക്റ്റായി ചെയ്യണം. അത്ര സ്റ്റാർട്ടാണ് കൊല്ല കുറച്ച് അങ്ങനെ സ്റ്റാർട്ടിൻ്റെ പവറുണ്ടാവും. റിപ്പോർട്ടാണ് സ്റ്റാർട്ട് അങ്ങനെ പ്രശ്നം.
ഫസ്റ്റിൻ്റെ പടമല്ലേ ടെലിപ്പോർട്ടാവും ഓരോ ക്യാപ്ചർ ഫ്ലാഗിൽ പോയി ടെലിപ്പോർട്ടാവും വല്ലാത്തൊരു പ്രശ്നമാണ് കൈഡോ വേണം ഈ ലൂസിനാണ് പ്രശ്നമാണ് ഈ ലൂസിനും അതുപോലെ തന്നെ വേറെ വേറെ ഇംഗ്ലീഷിൽ അവിടെ സോളതായിരുന്നു സമയമില്ല ജസ്റ്റ് മിസ് 2 കാൽക്കുലാണ് ജസ്റ്റ് മിസ് കോൺസെപ്റ്റ് മനസ്സിലായാലും കിട്ടുന്നു അപ്പോൾ നിങ്ങൾ ഈ ഗെയിം പറ്റുകയാണെങ്കിൽ ഒന്ന് കളിച്ച് നോക്കുക പറ്റുകയാണെങ്കിൽ എനിക്ക് മറ്റേ ഇതിട്ട് ഞാൻ റിക്വസ്റ്റ് ഇടാൻ വേണമെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഗെയിം പ്ലേ വീഡിയോയിൽ ഞാൻ അധികം വരാതെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്